വിശന്നിട്ട് വയ്യ. അങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. 30 minutes ആയ ശേഷം വന്നു. ഹായ് ആഫ്റ്റർനൂൺ. ഇതൊന്നിങ്ങനെ 3 ആണെങ്കിൽ ഇവിടെ പുറത്ത് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളൊന്നും അറിയില്ല. അത് സ്മോൾ മീ അല്ലല്ല അതെ ಸೇಮೆ ಇಲ್ಲ ಇಲ್ಲ ಹಂಗೆ ಇದು ಇಲ್ಲ, ಇದು ಹೈಟ್ ಎಲ್ಲ ಉಂಟು. വെൽക്കം ബാക്ക് ടു മലബാർ മുഞ്ചത്ത് യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ സർപ്രൈസ് ആയിട്ട് ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. ഒരുപാട് ആൾക്കാർ ഒരുപാടല്ല, ആരും ചോദിച്ചില്ല, ഞാൻ മാത്രം പറയുമല്ലോ. സോ ബാംഗ്ലൂരിൽ ഒരുപാട് ആൾക്കാർ സെറ്റിൽ ആയ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ബാംഗ്ലൂർ വരാണ്, കറങ്ങാൻ വരാനുള്ള ആഗ്രഹിക്കുന്ന ഒരാൾക്കാണ്. ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈ കാറിൽ ബ്രദറിൻ്റെ ഫ്രണ്ട് രണ്ടാള് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോളജിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ സിസ്റ്ററിന്റെ വീട്ടിൽ പോയ ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാം. സോ അപ്പൊ ഞാനിപ്പോ എന്താണ് പേര് മറക്കുന്നത് സബ്ജക്റ്റ് വീലാണ്ട് അത് ഇതൊക്കെ വരട്ടെ. എന്താണ് എവിടെയാണ് വണ്ടർല പോയിട്ട് വന്നിട്ട് ഫ്രഷ് ഒന്നും ആവാതെ നേരെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സിസ്റ്ററിൻ്റെ വീട്ടിൽ രാത്രി പോവാണ്. കുഞ്ഞിനെ കാണണമെങ്കിൽ നമ്മൾ പ്ലാനൊക്കെ ആദ്യം ഉണ്ടായത് സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകണം എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് വീട്ടിലേക്ക് കിടക്കാം. വിഷ്മയിൽ നമ്മൾ നേരെ പോയിട്ട് വന്നു. വിഷ്മയിൽ കംപ്ലീറ്റ് ആയി. സോറി വണ്ടർല വിഷ്മയാന്ന് പറഞ്ഞു. അവൻ എന്തിരിച്ചെന്ന പിടിയുണ്ടാ ഡോറിനുണ്ട് സാൽ കിട്ടിയിട്ട് ചൊന്ന് പോയിരല്ല ആ ചെറുക്ക ಅವನು ಬಂದವನು ನೋಪಡೆ ಹೆಡ್ಲೈಟ್ ಕಾಟಿಯಲ್ಲೇ ಅವನು ನೋಕು ನೀರು ಸಾಲ್ ಕಿಟ್ಟಿರು പിന്നെ ലൈറ്റ് കുറേ വെച്ചത് ഓടി അല്ല ഒരു കാല് പെട്രോൾ 90 രൂപ. ಅಮ್ಮ ಕೊರಡಿಗೆ ತಣ್ಣಿ ಬಿತ್ತಿ ಕೊಡ್ತಾರ ಅಂದ. ಹಾಲಿಲ್ಲ ಅಂತ ಲಾಕ್ಡೌನ್ ಟೈಮ್ ತಂದು ಇದ್ದಿದ್ದು 90 രൂപ കൊടുത്തു. തിരുപ്പതിയിൽ പോയിട്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ബ്രോ അത് എടുക്കുന്നുണ്ട്. അത് വേണ്ട, ഗ്രീൻ ആപ്പിൾ വേണ്ട, ആ റെഡ് ആപ്പിൾ എടുക്കും. ഞാനിവിടെ അതൊക്കെ നല്ലുണ്ട്. സ്ട്രോബെറി അതിപ്പോ അവിടെ ഉണ്ടെങ്കിൽ എടുക്കട്ടാ. അങ്ങനെ ഇത് ബാംഗ്ലൂർ സിറ്റിയാണ് കേട്ടോ ഗൈസ്, ബാംഗ്ലൂർ സിറ്റിയാണ്, കണ്ടില്ലേ? അതിൻ്റെ സൈഡിലാണ് അനിയനും വേറെ ആൾ വന്നിട്ട് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് വന്നിരുന്നു ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇരിക്കുകയാണെങ്കിൽ 1 hour എത്തും കേട്ടോ. 1 hour എടുക്കുന്നുള്ളത്. ഓറഞ്ച് ഇല്ല, അത് ഔത്തുകല്ലോ, അവിടെ എടുത്തത് അങ്ങനെ പോവാണ്. പിന്നെ പക്ഷെ വണ്ടിയിൽ വന്നതൊന്നും അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ എത്ര ലോങ് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, 400 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത കേട്ടോ. പക്ഷെ ഒന്നും അറിഞ്ഞില്ല നമുക്ക്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. പിന്നെ ഇപ്പം ഇനി 40 കിലോമീറ്റർ ഉണ്ട് ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ കുട്ടികൾ റെഡ് ബുൾ കുടിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. ഇപ്പോഴാണ് കുറച്ച് ക്ഷീണാവുന്നത് കേട്ടോ. ഞാൻ അതെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ദേഷ്യം പിടിക്കുന്നുണ്ടോ? അപ്പൊ ഇബു അണിയന് ഇന്ന് നോമ്പ് എടുത്തിട്ടാണ്. അപ്പൊ അവന് ഫ്രഷ് വന്നിട്ട് വയ്യ. അപ്പൊ അവനക്ക് കഴിക്കാൻ, നമുക്ക് കഴിക്കാൻ ദ്രാക്ഷ വാങ്ങി. കാരണം വീട്ടില് ഏട്ടത്തി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കിങ്ങനെ ഇല്ല, മുമ്പിൽ പോയി നിക്ക.
അവിടെ നിൽക്കുന്നു. ഒരാൾക്ക് ഷൂ വയ്ക്ക്, ഷൂ വയ്ക്ക്. ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ ഇന്ന്. അസ്സലാമു അലൈക്കും. ഹായ് ജോബി. ഹായ് കേട്ട് ജോബി. അപ്പൊ എന്താ ഞങ്ങൾ സിസ്റ്ററിന്റെ വീട്ടിലൊക്കെ എത്തി. സിസ്റ്ററിന്റെ വീട്ടിൽ എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് എനിക്ക് വിശന്നിട്ട് വയ്യ. അങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. 30 മിനിറ്റ്സ് ആയ ശേഷം ഒന്ന് വീട് തന്നെ വരുന്നുണ്ട്. 30 മിനിറ്റ്സ് ആയ ശേഷം ഒന്ന് കുളിച്ചിട്ടൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് പിന്നെ വറങ്ങിയിട്ട് 4-7 മണിക്ക് ഇങ്ങനെ ഇവിടുന്ന് പോകണം. അപ്പോൾ നാളത്തെ സെഷനിൽ കാണാം. ബായ്. പിന്നെ വിസ്മയ വണ്ടർലാൻഡ് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വണ്ടർലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ 8 മണിക്ക് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 10 മണിക്ക് അതിനുള്ളിൽ കയറാൻ നോക്കാം. 10 മണിയിൽ നിന്ന് ഒരു 6 മണി വരെ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ബ്ലൂ ഫ്ലാഷ് ടാഗ് എടുത്താൽ മാത്രം 9 മണി വരെ ടൈം കിട്ടുള്ളൂ അവിടെയൊക്കെ. അണുക്കി കാര്യങ്ങൾ പ്രൊസീജിയറുകൾ ചോബി ബേബിയാ? ക്യൂട്ടാണോ ചോബി? ക്യൂട്ടാണോ? തലക്ക് തട്ടിട് ചോബി, തലക്ക് തട്ടിട്. രാവിലെ സിസ്റ്ററിന്റെ വീട്ടിൽ 5 മണിക്ക് 5 പരിപാടി. ഉച്ചക്കുള്ള പരിപാടിയാണ് തെറ്റിയത്. ആഫ്റ്റർനൂൺ നിസ്കരിക്കുന്ന സോറി രാവിലെ നല്ല വെയിലാണ് കേട്ടോ. സിസ്റ്ററിൻ്റെ സ്പെഷ്യൽ ബീട്രൂട്ട് വിത്ത് പച്ചമുളക് അങ്ങനെയൊക്കെ അരച്ചിട്ടൊരു ഹെൽത്തി ദോശയാണ് കേട്ടോ. കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കണം എന്താണെന്നുള്ളത്. കണ്ടില്ല ഇതുണ്ടാക്കി താനിട്ടുണ്ടാവായിരിക്കും. മേ ബി ഞാനിവിടെ വയ്ക്കട്ടെ, റെഡി ആവണം പോകാൻ വേണ്ടി. രാവിലത്തെ പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ദോശ വയ്ക്കുക, കയ്യിലിട്ടിട്ട് അങ്ങനെ ദോശ വയ്ക്കുന്നതെന്ന് അവൾ വെച്ചില്ല, വഹിച്ച് കൊടുക്കുക. പക്ഷെ നല്ല ഇത് മേ ബി ഇത് മാവ് ദോശ മാവ് ചില്ലി ബീട്രൂട്ട് അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ സംഭവമായിരിക്കും. നോക്കട്ടെ കുട്ടികൾ കഴിക്കുമെന്ന് അറിയില്ല, എന്തായാലും കഴിച്ച് പോകണല്ലോ. ഇതൊന്നിങ്ങനെ മൂടണം. ബാംഗ്ലൂർ വന്നാലൊക്കെ ഹെൽത്തി ആയിരിക്കും ഫുഡ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പിന്നെ 7 ദിവസം വഹിച്ച് വെച്ചിട്ടുണ്ട്, കാരണം എല്ലാവർക്കും ആവുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഇത് ഇല്ല അത് ഹെൽത്തി ദോശ സാർ. ഇത് ചിക്കൻ കറിയാ. അവിടെ 2 ആള് ക്യൂട്ട് ബേബി ആയിട്ട് കളിക്കുന്നു. ക്യൂട്ട് ബേബി ആയിട്ട് കളിക്കുന്നു. ബാ ചോയി പുറത്ത് വാ. ആരും പുറത്ത് വന്ന ഉമ്മാണെങ്കിൽ ഇവിടെ പുറത്ത് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെന്നൊന്നും അറിയില്ല, ആരോടൊന്നും അറിയില്ല. ഉമ്മ സംസാരിക്കുന്നുമ്മ. പിന്നെ അപ്പോൾ ഏട്ടത്തിൻ്റെ വീട്ടിലത്തെ ലൈവ് ലൊക്കേഷൻ കാണുക. ഇതാട്ടാ ഇതൊക്കെ. ನಾನು ನನ್ನ ಚಾಯದೆಲ್ಲ ಇದನ್ನು ನಾನು ನಾ ಮೇಲೆ ಬಿಂದೆಗೆ ಎತ್ತಿ ನನ್ನ ಹತ್ರ ಮಾತಾಡ್ತೀನಿ. അങ്ങനെ
അവനുണ്ടല്ലേ മിസ്സിലെ ചെന്ന് നോക്കുമ്പോ വേറെ ആരാണെന്ന് ഉമ്മക്കാരില്ല കേട്ടോ. ഉമ്മ ഇവിടെ ഭയങ്കര തായുള്ള ആൾക്കാരുടെ സ്റ്റോറിയാണ് ഏട്ടത്തിന്ന് പറഞ്ഞ ആൾ സംസാരിക്കുന്നത്. അത്ര ആൾക്കെന്നെ സോദി ഉമ്മ എന്തെങ്കിലുമൊക്കെ കൂടുതലായി സംസാരിക്കുന്നു എന്നുള്ളത്. എവിടെയെങ്കിലും പോയാലും ഭയങ്കര പരിചയമല്ലേ. എന്തായാലും നമ്മളിന്ന് പുറത്ത് നോക്കാം. എനിക്ക് ഇവിടെ വന്നാലുണ്ടല്ലേ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ നോക്കാൻ ഭയങ്കര ഇഷ്ടം. കണ്ടില്ലേ എന്ത് രസമല്ലേ. അപ്പോൾ നമ്മൾ ഏതാണ് പോയത് ഇന്നലെ മറന്നു കേട്ടോ. എവിടെ ഇത് പോയത് എന്ത് മടങ്ങി ഇന്നലെ പോയ വണ്ടർല പോയില്ലേ. വണ്ടർലാൻ്റെ ആ ഒരു ലൈവ് ലൊക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ ചുറ്റു വീടാണ്, പുറത്ത് സ്ലാപ്പിൻ്റെ കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വണ്ടർല ഞാൻ ഇന്നലെ കുറച്ച് സംസാരിച്ചിട്ട് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. രാത്രി വന്ന ഒരു മൂടും തിരക്കും ബിസി ഉള്ളതായിരുന്നു. അങ്ങനെ ബിസി അല്ല ടയേർഡായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ വണ്ടർലൊക്കെ പോകുന്നെങ്കിൽ രാവിലെ തന്നെ പോകണം. അവിടെ എത്ര കറങ്ങിയാലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. 2000 സംതിങ് എന്തോ അഡൾട്ടിക്ക് പേ ചെയ്യണം. കുട്ടികൾക്കാണെങ്കിൽ 1700 സംതിങ് ആണ്. അപ്പോൾ അതിൽ മുതലെടുക്കണമെങ്കിൽ രാവിലെ 10 മണിക്ക് തന്നെ ഇരിക്കണം അവിടെ പോയിട്ട്. പിന്നെ രാത്രി 9 മണിക്ക് വരെ നിൽക്കണമെങ്കിൽ അവിടെ ബ്ലൂ ഫ്ലാഷ് ടാഗ് എന്തോ എടുക്കണം. അതെന്തോ പ്രൊസീജിയർ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ രാവിലെ 6 മണിയിൽ നിന്ന് നോർമൽ ആൾക്കാർക്ക് ഈവനിങ് 6 മണി വരെ അങ്ങനെ പോയാലും ഇത് വാട്ടർ പ്ലേ കേട്ടോ. വാട്ടർ പ്ലേക്ക് പോകണമെങ്കിൽ 6 മണിക്ക് എൻഡാണ്. ബാക്കിയുള്ളതൊക്കെ 8-8:30 മണി വരെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ 8 മണിയായി രാത്രി വരുമ്പോൾ. പിന്നെ നമ്മൾക്ക് വാട്ടർ പ്ലേ അതായത് വാട്ടർ ഗെയിം കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ ഓരോരോ ഗെയിമിൽ തന്നെ കയറുമ്പോൾ മെഷീൻസ് അങ്ങനെയൊക്കെ ഈ സീനറി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. അതിനൊക്കെ കയറുമ്പോൾ ഓരോരോ ഇതിന് 1 ഹവർ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ എല്ലാവരും ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കുള്ളത് കൊണ്ട് ഒരു 5 to 6 ഗെയിംസിൽ മാത്രം നമ്മൾ പോയി അവിടെ കളിച്ചായാലും നമുക്ക് ടൈം മതിയായിട്ടില്ല. ഇനിയും വേണം എന്നുള്ളത്. പിന്നെ കുറച്ച് ഫുഡ് കഴിക്കാൻ ടൈം എടുത്തു. ഫുഡ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഫുഡ്. ഉച്ചക്ക് ഫുഡ് കഴിക്കുക. നമ്മൾ ഉച്ചക്കല്ല ഫുഡ് കഴിച്ചത് 4 മണിക്കാണ്. അതായത് നമ്മളെല്ലാ ഗെയിംസ് അതായത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എക്സിബിഷനിൽ അതിലൊന്നും കളിക്കാൻ പറ്റൂല. കാരണം നമ്മൾ വോമിറ്റ് അങ്ങനെയൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ അവർ ഗെയിം കഴിയുമ്പോൾ തന്നെ 4 o'clock ആയിരുന്നു. പിന്നെ നൈറ്റ് ഒരു 4 o'clock ഒരു 4 to 5 o'clock ആയിരുന്നു. പിന്നെ 5 to 6 വരെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ 1 hour അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല പുറത്ത് വന്നാൽ പിന്നെ അവിടെ നമ്മൾ പുറത്തുനിന്നത്തെ ഫുഡൊക്കെ അലൗഡ് അല്ല. അവിടെ ഉള്ളിൽ ഒരു തവണ എൻട്രി ആയാൽ പുറത്ത് റീ എൻട്രി ആവാൻ പറ്റില്ല. അവിടെ ഉള്ളിൽ തന്നെ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അവിടുത്തെ ഫുഡാണെങ്കിലും കോസ്റ്റ് ഹൈ ആണ്. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റിലൊക്കെ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങണമെങ്കിൽ അവിടെ 50 rupees കൊടുക്കണം. ആൻഡ് കപ്പ് നൂഡിൽസൊക്കെ അവിടെ 150 ജസ്റ്റ് ഒരു കപ്പ് നൂഡിൽസ് പുറത്തുനിന്ന് 50 rupees കിട്ടുന്ന കപ്പ് നൂഡിൽസൊക്കെ അവിടെ 150 ഒക്കെ ചാർജ് ചെയ്യും. എല്ലാം ഡബിൾ കോസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ബാഗിൽ സ്നാക്സൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും സ്നാക്സ് അവിടെയൊക്കെ ഉണ്ടാവും ഇരിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് സ്നാക്സ് ഒക്കെ തിന്നാം. സ്നാക്സ് വാട്ടറൊക്കെ എന്നും ബാഗ് ഇങ്ങനെ ക്യാരി ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്ന സ്ഥലത്തേക്ക് ബാഗ് അലൗഡ് ഇല്ല. ബാഗും കൊണ്ടുപോകുമ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും അവിടെ ബിസിനസ് നടക്കുന്നത് മേ ബി. അറിയാത്ത ആൾക്കാർക്കാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും ഫാമിലി ആയിട്ടെല്ലാം പോകുന്നെങ്കിൽ ഭയങ്കര ചിലവുണ്ട് അവിടെ പോകണമെങ്കിൽ. ഓക്കെ. ഞാൻ സ്വപ്നത്തിൽ പോലും എനിക്ക് പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും നമ്മളെ ഇന്നത്തെ ലോഗാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കി വന്ന നിസ്കാരൊക്കെ ഇപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കളിയാണ് കുട്ടികളുടെ.
ಚೋಮಿನದ ಶೋಭಿಗೆ ಇಷ್ಟನಾ ಹೇರ್ ಡ್ರೈಯರ್ ಇಷ್ಟನಾ റബ്ബേ വൃത്തിക്കേടാക്കുന്ന വീടൊക്കെ ആന്റിക്ക് ചീത്ത പറയും ദേഷ്യം പിടിക്കും അതെ പിന്നെ ചോബി കടി കിട്ടും ചോബി കടി കിട്ടും ആന്റി അപ്പൊ അങ്ങനൊക്കെ ആക്കരുത് ഇതിട്ടൊക്കെ ഒരു ബാഗും ഷാളും ഷൂ ഒക്കെ ഇട്ടിട്ട് വലിയ പെണ്ണിങ്ങനെ വല്ല നടക്കുന്ന ഡെയിലി കണ്ടോ ആ ഷാള് തലകല്ലിടാനുണ്ട് ഇപ്പൊ ഇതായതാ ഇത് ഷാൾ എന്റെ ഷാള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്റെ ഷാൾ അതേ ഷാള് വേണം അവൾക്ക് കണ്ട 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 ಬ್ಯಾಗಾ ಬ್ಯಾಗ್ ಇಟ್ಟು കഴിഞ്ഞതൊരു ഹിന്ദി ഉറുദു സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെയാണ് അവർ കുട്ടി ഹിന്ദി സംസാരിക്കും ബ്യാരി പക്ഷെ കൂടുതലായിട്ട് അവൾ ഉറുദു സംസാരിക്കുന്ന പകരം ഉറുദല്ല ഹിന്ദിയാണ് ഹിന്ദി സംസാരിക്കുന്ന പകരം അവൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ബ്യാരിയാണ് കേട്ടോ അതായത് അവൾ ഉമ്മാനെ ആൻറ്റീനെ വിളിക്കും കാരണം എൻ്റെ കുട്ടികൾ ആൻറ്റീനെ വിളിക്കുന്നത് കൊണ്ട് അവൾ ഉമ്മാനെ കുട്ടി വിളിക്കുന്നത് ആൻറ്റീന പക്ഷേ എൻ്റെ അവൾ ഉമ്മച്ചിനെ വിളിക്കും കാരണം എൻ്റെ കുട്ടികൾ ഉമ്മച്ചിനെ വിളിക്കുന്നത് കൊണ്ട് അവൾ എൻ്റെ ഉമ്മച്ചി അവളെ ഉമ്മച്ചി ഞാൻ തന്നെയാണ് അവളെ ഉമ്മ എത്തുമ്പോൾ ആൻറ്റി ബാബാ നിനക്ക് ഞങ്ങൾ പാത്തിന്ന ഇഷു നിനക്ക് വൈറ്റ് ദോശയാണോ റെഡ് ദോശയാണോ വൈറ്റ് ഓക്കെ എത്തിതാ പ്ലേറ്റ് നല്ലുണ്ടല്ലേ ചിക്കൻ കറി പോയി ఒక్కొక్క నా మాలి 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 ఇప్పుడే పోండే ఒక్కు നല്ല ചോയ്സ് എം നക്കിപ്പോ പൈസ ആ പോയിട്ട് വാ ഇതാ മൊയ്ജ് ಅವನು ಗಕ್ಕ ಬೆಚ್ಚುಟ್ರಿ ಮೈ ಮೀನುಂಬ ಬೆಚ್ಚಂಗ ಕಾಚದಲ್ಲ ಕೇಕ್ ಅಂತ ತಿನ್ನೋತಿರ್ರು ಮೀನು ಬೆಚ್ಚಂಗ ಕಾಚಿದು ಓದದ ಇದ್ರ ಪೈಸಾ പോഞ്ഞിട്ട്